ഹലോ, ഇന്നൊരു മുടി കെട്ടുന്ന വീഡിയോ എടുത്താലോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടി കെട്ടുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല കേട്ടാ. ഒരു ചീർപ്പ്, ഒരു ബണ്ണ് ഇതെന്നെ കിട്ടിയത് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറയാറുണ്ട്, അവനവന് ആവശ്യമുള്ള സാധനങ്ങളാണെന്ന് വെച്ചെങ്കിൽ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് നടക്കണത് നല്ലതെന്ന്. വൈ? ബിക്കോസ് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ പിള്ളേർ 3 ഉണ്ട്. അവർ എവിടെയെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയിടും. അതേപോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പയ്യനും. അവനും ഇതേമാതിരി അവന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടും. നമ്മൾ വേണം ഇരുന്ന് പറക്കിയെടുക്കാൻ. പിന്നെ നമ്മൾക്ക് പിന്നെ വലിയ ശ്രദ്ധയുള്ള കാരണം കൊണ്ടിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുകയില്ലല്ലോ. പിന്നെ മുടി കെട്ടണത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒന്ന് ബൺ ചെയ്ത് വെക്കും. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നനഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടി വയ്ക്കാൻ പറ്റിയ പോലത്തെ ഒരു ഹെയർ സ്റ്റൈലായിട്ടോ അത്. തിരിച്ച് വരുമ്പോഴത്തേന് എന്തായാലും മുടി ഉണങ്ങിക്കോളുമല്ലോ. 2-3 പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഹെയർ സ്റ്റൈൽ ചെയ്യ്, ഹെയർ എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നൊന്ന് പറഞ്ഞിട്ട്, ബൺ ചെയ്യണത് പറഞ്ഞിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തന്നെ നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. പക്ഷേ എനിക്ക് അറിയണ സ്റ്റൈലിൽ ഞാൻ എൻ്റെ മുടി ഞാൻ കെട്ടി വയ്ക്കുന്ന രീതിക്ക് ഞാൻ ഇതേപോലെ ഓരോരോ വീഡിയോസായിട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. മുടി കുറച്ച് നീളമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ മുടി എങ്ങനെ ലൂസ് ഹെയർ ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം നമ്മളെല്ലാം കൂടി കൂട്ടി പിടിച്ചൊരൊറ്റ കെട്ടി കെട്ടി വയ്ക്കും. കാരണം അതിപ്പോൾ നമ്മൾ പുറത്ത് പോയി വരുന്ന സമയമാകുമ്പോഴത്തേനും മുടിയുടെ കോലം ഒരു കോലമായി കാണും. അപ്പം മുടിയൊക്കെ കെട്ടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണതിൻ്റെ കൂടെ കമൻറ്റും കൂടെ ഇട്ട് തരണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കറിയാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കൂടെ കൂട്ടുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.